മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനത്തിൽ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നടത്തിയ ഗവർണർക്കെതിരെ അസാധാരണ നീക്കവുമായി നിയമസഭ. ഗവർണർ ഒഴിവാക്കിയ ഭാഗങ്ങൾ മുഖ്യമന്ത്രി സഭയിൽ വായിച്ചു. സർക്കാർ നടപടിക്ക് പൂർണ്ണ പിന്തുണയുമായി പ്രതിപക്ഷവും രംഗത്ത് വന്നു. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം 2 മണിക്കൂറോളമാണ് നീണ്ടത്. അതേസമയം നയപ്രഖ്യാപന പ്രസംഗത്തെ പറ്റിയുള്ള വിവാദം അനാവശ്യമാണെന്ന് ലോക്ഭവൻ പ്രതികരിച്ചു. കേന്ദ്ര വിമർശനം ഗവർണർ വായിക്കുന്നതോടെ അതിസാധാരണമായി കടന്നുപോകുമെന്ന് കരുതിയ നയപ്രഖ്യാപന പ്രസംഗമാണ് അതിനാടകീയ സംഭവങ്ങളിലേക്ക് നയിച്ചത്. സഭ പാസാക്കിയ ബില്ലുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം നയപ്രഖ്യാപനത്തിൽ വന്നതോടെ വിമർശനം ഗവർണറുടെ നേർക്കായി. ഇതോടെയാണ് 2 പ്രധാന വിമർശന ഭാഗങ്ങൾ ഗവർണർ ഒഴിവാക്കിയത്. മറ്റൊരിടത്ത് ചില കൂട്ടിച്ചേർക്കലുകളും ഗവർണർ നടത്തി. ഗവർണറെ യാത്രയാക്കിയ ശേഷം തിരികെ സഭയിലെത്തിയ മുഖ്യമന്ത്രി നടത്തിയത് അസാധാരണ നീക്കം. ഗവർണർ ഒഴിവാക്കിയ ഭാഗങ്ങൾ മുഖ്യമന്ത്രി തന്നെ സഭയിൽ വായിച്ചു. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12, 15, 16 എന്നിവയിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കിയും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനമാണ് ഔദ്യോഗികമെന്ന് സ്പീക്കർ AN ഷംസീറും വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ചൂണ്ടിക്കാണിച്ചത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. നിയമസഭയെ ബഹുമാനപ്പെട്ട ഗവർണർ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തുന്നത് ഗവൺമെന്റ് വേണ്ടി ക്യാബിനറ്റ് അംഗീകരിച്ച പ്രസംഗമാണ്. അതിൽ നിന്ന് വിട്ടുപോകുന്നതോ വ്യതിചലിക്കുന്നതോ ആയിട്ടുള്ള പരാമർശങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതല്ല. അതാണ് നമ്മുടെ സഭയുടെ കീഴ്വഴക്കം. ഭരണഘടനാ വിരുദ്ധമായ നിലപാടെടുത്ത ഗവർണറെ വിമർശിച്ച് പ്രതിപക്ഷവും രംഗത്തെത്തി. സർക്കാർ നിലപാടിനോട് യോജിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഭരണഘടനാപരമായി ഗവർണർക്ക് ഇല്ലാത്ത അധികാരമാണ് ഗവർണർ പ്രയോഗിച്ചത്. പക്ഷേ ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള തർക്കം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളുകൾ ചിരിച്ചു തുടങ്ങി കേരളത്തിൽ. അതാണ് സ്ഥിതി. കേന്ദ്ര സർക്കാരിനെ കണിശമായി വിമർശിക്കുന്നതും സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതുമായിരുന്നു ഇപ്രാവശ്യത്തെ നയപ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കം. Mahatma Gandhi National Rural Employment Program. The recent amendment to the said scheme, transforming it as VB-Gram G, is a setback for Kerala as the assistance of the union has come down from 100 to 60%. സർക്കാരും പ്രതിപക്ഷവും ഒരുപോലെ വിമർശനം കടുപ്പിച്ചതോടെ വിശദീകരണവുമായി ലോക്ഭവൻ രംഗത്തെത്തി. അർത്ഥസത്യങ്ങൾ പ്രസംഗത്തിന്റെ കരടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. യുക്തമെന്ന് തോന്നുന്ന ഭേദഗതികളോടെ പ്രസംഗം തയ്യാറാക്കി വായിക്കാമെന്നായിരുന്നു മറുപടി. എന്നാൽ ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് ഭേദഗതികൾ ഒന്നും വരുത്താതെ അതേ പ്രസംഗം മടക്കി അയച്ചതെന്ന് ലോക്ഭവൻ വിശദീകരിക്കുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.